നവ്യയോട് അഭി പലതവണ പറയുന്നുണ്ട് നീ പെട്ടെന്ന് ഒരുങ്ങി വാ എന്നൊക്കെ. അപ്പം നവ്യ പറയാണ് പെട്ടെന്ന് അങ്ങോട്ട് എന്നാൽ ഒരു വിലയും കാണില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടെ പൂജയുടെ ശബ്ദം കേൾക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് ഞെട്ടി നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ നവ്യ ചോദിക്കാണ് നയന പൂജ എന്ന ശബ്ദമല്ലേ കേട്ടതെന്ന്. അപ്പോഴേക്കും അഭി പറയാണ് അനുഭവിച്ചോ, നിന്റെ സ്ഥാനം എങ്ങനെ തട്ടിയെടുക്കാൻ നോക്കി നടക്കുക അവള്. ഇപ്പൊ ഇതും കൂടെ ആയപ്പം അവക്ക് സന്തോഷമായി കാണുമെന്ന് പറയുമ്പോഴേക്കും നവ്യ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അവിടുന്ന് ഓടിപ്പാഞ്ഞ് ഇറങ്ങി നോക്കുമ്പോ കാണുന്ന കാഴ്ച നയന പൂജ ചെയ്യുന്നതാണ്. നയന പാട്ടൊക്കെ പാടി പൂജ ചെയ്യാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നവ്യക്ക് ആകെപ്പാടെ ദേഷ്യം വരുന്നു. അങ്ങനെ നവ്യ പൂജ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടിക്കയറി വരികയാണ്. അങ്ങനെ വന്ന പാടെ നയനയോട് മുത്തശ്ശിയാണ് കേട്ടോ പറഞ്ഞത് പൂജ ചെയ്യാൻ. നയന ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശി എനിക്ക് പറ്റില്ല, ചേച്ചിയല്ലേ പൂജ ചെയ്യാന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ നിന്നോട് ഞാൻ ചെയ്യാനല്ലേ പറഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നയന വേറെ നിവൃത്തിയില്ലാതെ നയന പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയുമാണ് ഇന്നലെ കാണിച്ചിരുന്നത്. അങ്ങനെ നയന പൂജ ചെയ്യുന്നതും കണ്ടുകൊണ്ട് നവ്യ കയറി വരികയാണ്. മുത്തശ്ശി എന്ന് വിളിക്കുമ്പോഴേക്കും മുത്തശ്ശി മിണ്ടി പോകരുത് എന്ന് പറയുകയാണ്. പൂജ കഴിയട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നയന പാട്ടൊക്കെ പാടി പൂജയൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും പ്രസാദമൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നവ്യയുടെ അടുത്തേക്കും വരുമ്പോൾ നവ്യ കാലിപ്പിച്ച് അവളെ നോക്കിക്കൊണ്ട് ആ പ്രസാദം വാങ്ങി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും നയന പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞുടൻ നവ്യ ചോദിക്കുകയാണ് ഞാനല്ലേ പൂജ ചെയ്യാന്ന് പറഞ്ഞിരുന്നത്, എന്നിട്ട് ഇപ്പൊ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തിനാ? കുറച്ചെങ്കിലും പറഞ്ഞ വാക്കിന് വില വേണം, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ വരുന്ന താമസമല്ലേ ഉണ്ടാകുന്നുള്ളൂ ചോദിക്കുമ്പോ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ഞാൻ എന്താ ചെയ്യേണ്ടത്, എത്ര നേരാന്ന് പറഞ്ഞ ഒരാൾ കാത്തിരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഇവിടെ ദേവിയുടെ മരുമകൾക്ക് മാത്രമല്ലേ വിലയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല നിന്റെ മരുമകൾ എന്താ വല്ല VIP ആണോ? നേരം എടുത്ത് പൂജ ചെയ്യുന്ന കാര്യം മാത്രമല്ല നോക്കേണ്ടത്, ഒരു പൂജയുണ്ടെങ്കിൽ അതിന്റെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അതിന് പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നൈവേദ്യം സഹിതം പ്രസാദവും ഉണ്ടാക്കി വെച്ചിട്ട് വേണം പൂജ ചെയ്യാൻ. അതൊന്നും നിന്റെ മരുമകൾക്ക് അറിയില്ലല്ലോ. ഇതെല്ലാം ചെയ്തത് നയനയാണ്. എന്നിട്ട് ഞാൻ ക്ഷമിച്ച് കാത്തു നിന്നു, അവൾ വന്നിട്ട് പൂജ ചെയ്യട്ടെ, അവളുടെ പരാതി കഴിയട്ടെ എന്ന് ഓർത്ത്. എന്നിട്ടും നവ്യ ഇറങ്ങി വന്നോ? നമ്മൾ അഭിയെ പറഞ്ഞു വിട്ടതല്ലേ, നീയും ഫോൺ ചെയ്ത് വിളിച്ചതല്ലേ, എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടായോ? അപ്പോഴും അവള് വരാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. പെരയ്ക്കകത്തൊരു പൂജ ചെയ്യാൻ ഇത്രമാത്രം ഒരുങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു മുത്തച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും നവ്യൊന്നും മിണ്ടാ നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ പറയാണ് അതൊന്നും അല്ല, ഞാനവിടെ കുറച്ച് താമസിച്ചെന്നല്ലേ ഉള്ളൂ, എങ്കിലും ഇവക്കത് ചെയ്യാൻ പാടുണ്ടോ? ഇവക്കറിയില്ലേ ഞാൻ അവളുടെ ചേട്ടത്തിയാണെന്ന്? ഒരു സ്ഥലത്തെങ്കിലും ഇവക്കൊന്ന് ഒഴിഞ്ഞു മാറി തന്നൂടെ? അപ്പോഴേക്കും കിട്ടിയ അവസരം എന്ന് പറഞ്ഞ് അവള് കയറി പൂജ ചെയ്തില്ലേ എന്ന് നവ്യ ചോദിക്കാണ്. ഈ സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദർശ് പറഞ്ഞു നവ്യ മിണ്ടിപ്പോവരുത്, ഈ ഒരു സംഭവത്തിൽ മുത്തശ്ശിയും നയനയും ഒരു തെറ്റും ചെയ്തിട്ടില്ല, രണ്ടുപേരെ കുറ്റപ്പെടുത്താൻ നീ ആളായിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് മുത്തശ്ശി പറഞ്ഞതാണ് ശരി, അവളാണ് രാവിലെ എഴുന്നേറ്റ് പൂജക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയതും വിഗ്രഹങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയതും പൂമാല കെട്ടിയതും മറ്റെല്ലാം ചെയ്തതും അതുപോലെ തന്നെ നൈവേദ്യം ഉണ്ടാക്കിയതും പ്രസാദം ഉണ്ടാക്കിയതും നയന തന്നെയാണ്. എന്നിട്ട് നിനക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. മുത്തശ്ശി അവളോട് പൂജ ചെയ്യാൻ പറഞ്ഞപ്പോ പോലും നവ്യേച്ചയല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മാറി നിന്നതേ ഉള്ളൂ. എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ് അവളെ പൂജ തന്നെ ചെയ്തത്, അല്ലെങ്കിൽ തന്നെ ആ പൂജയിൽ ഏറ്റവും അർഹമായുള്ളൂ നയന തന്നെയാണ്. അതുകൊണ്ട് ഇനി മേലാൽ നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല, നയനയെ മുത്തശ്ശിയെ കാത്തൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ദേവേനെ ഇങ്ങനെ കളിപ്പിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ആദർശ് ഇങ്ങനെ നയനയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നവ്യം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജാനകി പറയാണ് ഒരുപാട് സന്തോഷമായി മോളെ, നീ ഇന്ന് പൂജ ചെയ്തതല്ല, നിനക്ക് വേണ്ടി ആദർശ് സപ്പോർട്ട് സംസാരിച്ചല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷമായെന്ന് പറയുമ്പോഴേക്കും ആദർശനും അയ്യടാ എന്നായിപ്പോയി. അങ്ങനെ മുത്തശ്ശൻ പറയാണ് അങ്ങനെ വേണം, ന്യായം കണ്ടാൽ അത് ആരാണെന്ന് നോക്കാതെ പ്രതികരിക്കണം, അന്യായം കണ്ടാലും അങ്ങനെ തന്നെ വേണം, ആരാണ് നിൽക്കുന്നത് നോക്കാതെ പ്രതികരിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പ്രസാദം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാണ്. ഈ സമയത്ത് ആദർശനോട് മുത്തശ്ശൻ പറയാണ് എടാ നീ അത് വായിൽ വെച്ച് കൊടുക്ക്, നയനയ്ക്ക് പ്രസാദം വായി കൊടുക്കാൻ പറയുന്നു. അങ്ങനെ നയനയ്ക്ക് പ്രസാദം അവള് ആദർശ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നന്ദുവിന്റെ വീട്ടിലാണ്. നന്ദു പുറത്തേക്ക് പോയിട്ട് ഓടി കയറി വന്ന് ഫുഡ് ആയില്ലേ എന്ന് ചോദിച്ചിട്ട് വരികയാണ്. അപ്പോഴേക്കും അതിന് മുമ്പായിട്ട് അച്ഛനോട് ഒന്ന് കഴിക്കാൻ പറയുമ്പോഴേക്കും കനകം പറയുന്നുണ്ട്, ഗോവിന്ദൻ പറയുന്നുണ്ട് അതിന് നന്ദു വന്നില്ലല്ലോ എന്ന്. അപ്പൊ കനകം പറയാണ് അവൾ എവിടെ പോയെന്നോ എപ്പോ വരുമെന്നോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, നിങ്ങൾ വന്നിരുന്ന് കഴിക്കാൻ നോക്കുമെന്ന് പറയണം. അപ്പോഴേക്കും ഇത് കേട്ടിട്ട് വന്ന നന്ദു ചോദിക്കണം ആഹാ കൊള്ളാം അല്ലേ, അപ്പൊ ഇങ്ങനെ ആയില്ലേ ഞാൻ ഇത് പിന്നെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ പിന്നെ പറഞ്ഞതിൽ കാര്യമുണ്ടോ, ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത്, നീ തോന്നുമ്പോ വരും എന്നുള്ള രീതിക്കല്ലേ നീ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞിട്ട് കൈ കഴിയിട്ട് വാടിയെന്ന് പറഞ്ഞ് അകത്ത് കയറ്റുമ്പോഴേക്കും നന്ദു പറയാണ് കഴിച്ചിട്ട് കൈ കഴുകുന്നതല്ലേ, അത് മതിയെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുമ്പം അവള് കനകം വഴക്ക് പറഞ്ഞിട്ട് ഭക്ഷണത്തിനെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞല്ലോ കൈ കഴുകാൻ പറഞ്ഞിടുന്നു. അങ്ങനെ കൈയെല്ലാം കഴിയിട്ട് ഉണ്ണാൻ നേരം വന്നിരിക്കുമ്പോഴേക്കും
കനകം നമുക്ക് അവിടെ വരെ ഒന്ന് പോകാമായിരുന്നു, മോളുടെ അടുത്തേക്ക് ഒന്ന് പോകാമായിരുന്നു, എന്തായെന്നൊക്കെ അറിയാലോ, ഇന്ന് മാസപ്പിറവിയല്ലേ, അവിടെ എന്തെങ്കിലും വിശേഷാൽ പൂജയൊക്കെ കാണാം, മക്കളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, ഇപ്പൊ നമ്മുടെ മക്കൾ രണ്ടുപേരും സന്തോഷമായിട്ടാണ് കഴിയുന്നത്. നമ്മളെ രണ്ടുപേരെയും കണ്ടാല് അബിയുടെ അമ്മയ്ക്കും ആദർശിന്റെ അമ്മയ്ക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തന്നെ അവിടെ ബഹളം തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വീണ്ടും വിഷമമാവും, നമുക്ക് അതുകൊണ്ട് പോവണ്ട എന്ന് പറയാണ്. അങ്ങനെയും നന്ദുവിനൊരു കോള് വരുന്നു കേട്ടോ. അവരുടെ പ്ലേ ഗ്രൗണ്ട് മറ്റാരോ അടിച്ചു മാറ്റിയെന്നും അതുകൊണ്ട് അവർക്ക് ഗ്രൗണ്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾ വിളിക്കുകയാണ്. ആഹാ, അവന്മാരെ ശരിയാക്കി കൊടുക്കാം, നീ സ്റ്റമ്പും സ്റ്റിക്കും ഒക്കെ റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ കനകം ചോദിക്കുകയാണ്, അല്ല മോൾ എങ്ങോട്ടാന്ന് ചോദിക്കുന്നു. അമ്മേ, വലിയ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് വേർത്തമാൻ തട്ടിയെടുക്കുക, അങ്ങനെ സമ്മതിച്ച് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എണീച്ചു പോകുമ്പോഴേക്കും നിക്കടി അവിടെ നിന്ന് പിടിച്ചു നിർത്താണ്. നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, നീ എന്താ റൗഡിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിരുന്നു. പാവം ആ അനിമോൻ ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്, ഇനി നീ പോകാൻ പോവാണെന്ന് ചോദിച്ചിട്ട് അമ്മ ഇത് അത്യാവശ്യ കേസാണെന്ന് പറയുമ്പോൾ നിന്നെ വിടാടിയെന്നും പറഞ്ഞിട്ട് നന്ദുവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു മുറിക്കകത്തിട്ട് പൂട്ടിടുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, നീ എന്തായി ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത്, നീ മാറി നിൽക്കുന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ നീ കാലത്ത് ഇടപെടണ്ട, ഗോവിന്ദൻ അവളെ തുറന്നു വിടുകയും ചെയ്യരുത്, തുറന്ന് അങ്ങനെ വിട്ടെ സ്വഭാവം മാറുന്നു പറഞ്ഞ് കനകം ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ ഒരു നിവൃത്തിയില്ലാതെ വീണ്ടും അവിടെ പോയിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ അവിടെ കിടക്കട്ടെ ഗോവിന്ദേട്ട, കഴിഞ്ഞ പ്രാവശ്യം എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ രാത്രി മൊത്തം ഒരു പോലീസ് സ്റ്റേഷന്റെ വാതിക്കെ പോയിരുന്നില്ലേ, അത് എങ്ങാണോ ആ വീട്ടിൽ നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കി, ഇനി ഇവിടെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവളുടെ ഡ്രസ്സിങ് മാറ്റണം, അവളുടെ മുടിയും വളർത്തണം, അവളൊരു പെൺകുട്ടിയായിട്ട് വളർത്തണ്ടേ എന്നൊക്കെ ചോദിച്ച് കനകം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആദർശിന്റെ വീട് തന്നെയാണ്. അങ്ങനെ പ്രസാദമൊക്കെ കൊടുത്ത് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട് എന്ന് പറയുകയാണ്. എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, 3 മാസത്തിനുള്ളിൽ നയനമോക്ക് വിശേഷമുണ്ടെന്ന് നീ എനിക്ക് അറിയിച്ചു തരണമെന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ദേവിയാനാണെങ്കിലോ അതിൽ പരം ഒന്ന് ഞെട്ടുകയാണ്. അപ്പോഴേക്കും ആദർശിന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ ചെയ്യുക, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിൽ അവർ തലയാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശരി മുത്തശ്ശ ആയിക്കോട്ടെ എന്നിങ്ങനെ ആദർശ് പറയാണ് കേട്ടോ. ഇതിലേക്ക് നായക്ക് നല്ല നാളെ വരുന്നുണ്ട്. അപ്പൊ നയന ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവാണ് കേട്ടോ. അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ആദർശ് അവളുടെ കമ്പനിയിൽ ഒരു നെക്ലേസ് അവൾ ഡിസൈൻ ചെയ്തിരുന്നല്ലോ, ലോ വെയിറ്റിലുള്ള ഡിസൈൻസ്, ആ ഒരു ഡിസൈനിന്റെ കൊണ്ട് ആ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻസ് ഒക്കെ മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ വരാനാണ് സാധ്യത. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്രസാദം കൊടുക്കുന്നതും നവ്യ വന്ന് വഴക്കുണ്ടാക്കുന്നതും ഒക്കെ ലാഗടിച്ച് വലിപ്പിച്ച് നീട്ടി എങ്ങനെയെങ്കിലും അവർ അരമണിക്കൂറൊക്കെ ആക്കി എടുക്കും. അങ്ങനെയാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് നാളെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ. അപ്പൊ മിസ് ആവാതെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.